നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നത് ശരിക്കുമുള്ള സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ സർജിക്കൽ സ്ട്രൈക്കിൽ പൂങ്കുഴലിക്ക് പ്രധാനമായും നിർദ്ദേശം പോയത് AKG സെന്ററിൽ നിന്ന് തന്നെയാണ്. എല്ലായിടത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം വിഷയം നോക്കിക്കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടിയാണെങ്കിലും പിന്നീട് അങ്ങോട്ട് ദിവസങ്ങൾ പോകുന്തോറും നിയമവൃത്തങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ നേരെ തിരിഞ്ഞ്, അതായത് രാഹുലിനെതിരെ നടപടിയെടുത്തവർക്ക് വലിയ തലവേദനയായി മാറുന്നൊരു സാഹചര്യമാണ് കാണുന്നത്. ഇനി ഈ ഒരു കേസിലും എന്ത് തന്നെ ആകും നടന്നത് എന്ന് നമുക്ക് കണ്ടറിയണം. നടന്നത് ശരിക്കുമുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആണ് എന്നതിന് കൃത്യമായ വിവരങ്ങൾ പുറത്തു വരികയാണ്. മുൻപ് നീലപ്പെട്ടി വിവാദം ഓർമ്മയില്ലേ നിങ്ങൾക്ക്? തെരഞ്ഞെടുപ്പ് അടുത്ത് നിന്നപ്പോൾ ഒരു നീലപ്പെട്ടി വിവാദം, അതേ നീലപ്പെട്ടി തിരിഞ്ഞ് ചെന്ന് കൈപൊള്ളിയ പോലീസ് അല്ല ഇത്തവണ പാലക്കാട്ടെ ഹോട്ടലിൽ എത്തിയത്. അതേ നീലപ്പെട്ടി വിവാദം നടന്ന അതേ ഹോട്ടലിൽ നിന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഒരു കൃത്യമായ വെൽ പ്ലാനിങ്ങിലോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ മാധ്യമത്തോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഒരു വലിയ വണ്ടി പോലീസും ഒരു ചെറിയ വാനും ഒക്കെ ഉണ്ടായിരുന്നു. പോലീസ് കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി തന്നെ ഈ ഒരു അറസ്റ്റ് നടക്കുന്നതിന് മണിക്കൂറുകൾ മുൻപ് തന്നെ ഹോട്ടലിന് മുന്നിൽ തമ്പടിച്ചിരുന്നു. ഏതാണെന്ന് അറിയില്ല, ഞാൻ കരുതിയത് ഇവിടെ വരാനായിട്ടായിരിക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നീട് പോലീസ് സംഘം യൂണിഫോമിൽ തന്നെയാണ് എത്തിയത്. ഹോട്ടലിലേക്ക് കയറുകയായിരുന്നു. ഒരു 15 മിനിറ്റ്, കൂടിപ്പോയാൽ 15 മിനിറ്റ് അതിനുള്ളിൽ തന്നെ ഇറങ്ങി വരികയായിരുന്നു. ഒരാൾ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ രാഹുൽ മാങ്കൂട്ടമാണെന്ന് മനസ്സിലായത്. ഞെട്ടിപ്പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. രാഹുൽ മാങ്കൂട്ടം ഉണ്ടായിരുന്നു, അദ്ദേഹത്തെയാണ് കൊണ്ടുപോയത്. പക്ഷെ അറസ്റ്റ് ചെയ്താണ് കൊണ്ടുപോയതെന്ന് മനസ്സിലായില്ല. പക്ഷെ പോലീസ് ജീപ്പിൽ കയറ്റിയപ്പോഴാണ് അറസ്റ്റ് ആണ് എന്ന് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിനോടൊപ്പം മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. 12:15 സമയമായതിനാൽ തന്നെ ഞാനും ഇവിടെ റിസപ്ഷനിസ്റ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്, മറ്റാരും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കൂടെയും സ്റ്റാഫ് അംഗങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ദൃക്സാക്ഷി കൂടിയായ, എല്ലാത്തിനും ദൃക്സാക്ഷിയായ ആ ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മൊഴി പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിനെ പൂട്ടാൻ കൃത്യമായ ഹോംവർക്ക് ചെയ്ത് അതീവ രഹസ്യമായി കരുക്കൾ നീക്കിയതാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പാതിരാത്രിയിൽ ഇതേ ഹോട്ടലിൽ കയറിയ കോൺഗ്രസ് നേതാക്കളുടെ മുറിയിൽ അരിച്ചു പെറുക്കിയിട്ടും ഒന്നും കിട്ടാതെ നാണം കെട്ട് മടങ്ങിയ പോലീസിന് ഇതൊരു മധുര പ്രതികാരം കൂടിയാണ്. ഈ നീലപ്പെട്ടി മാങ്കൂട്ടത്തിന്റെ വിജയത്തിലും നിർണായകമായിരുന്നു. രാഹുലിന്റെ അറസ്റ്റിന് പിന്നിൽ പ്രവർത്തിച്ചത് പൂങ്കുഴലി IPSന്റെ നേതൃത്വത്തിലുള്ള പഴുതടച്ച നീക്കങ്ങളാണ്. 3 ദിവസം മുൻപാണ് കാനഡയിലുള്ള തിരുവല്ല സ്വദേശിനി മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴി പരാതി നൽകിയത്. സംഗതി ഗൗരവമാണെന്ന് കണ്ടതോടുകൂടി അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. രാഹുലിനെ കൈവിട്ടു പോകാതിരിക്കാൻ ഷൊർണൂർ DYSPയെ മാത്രം വിശ്വാസത്തിലെടുത്ത് പൂങ്കുഴലി IPS ഓപ്പറേഷൻ പ്ലാൻ ചെയ്തു. അറസ്റ്റിന് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമായിരുന്നു ഇത്. കൂടുതൽ തെളിവുകളും കൂടുതൽ നിരീക്ഷണങ്ങൾ നോക്കുമ്പോൾ ഇത് വ്യക്തമായ ഒരു പ്ലാൻ ആയിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി ഹോട്ടലിൽ തങ്ങിയ പോലീസ് സംഘമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രവർത്തനങ്ങൾ, നീക്കങ്ങൾ നിരീക്ഷിച്ചു വന്നത്. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ പാലക്കാട്ടെ ഫ്ളാറ്റ് ഒഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ടേക്ക് മാറിയത്. എന്തായാലും യുവതിയെ നാളെ നാട്ടിലെത്താനിരിക്കെ അതിനു മുൻപ് തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനായിരുന്നു നീക്കം. കഴിഞ്ഞ 2 ദിവസമായി ഈ പോലീസ് സംഘം രാഹുലിനെ നിഴൽ പോലെ പിന്തുടരുകയായിരുന്നു. അദ്ദേഹം താമസിച്ച ഹോട്ടലിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ രഹസ്യമായി മുറിയെടുത്ത് താമസിച്ച് നീക്കങ്ങൾ നിരീക്ഷിച്ചു. ഓരോ യാത്രയും നിരീക്ഷിച്ചു. തിരുവല്ലയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നതിന് പുറമെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് യുവതി ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ആ ഹോട്ടലിലെ KPM ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ നൽകിയ അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. കുറച്ചുനേരം അവിടെ ഇങ്ങനെ ഗേറ്റിൻ്റെ അവിടെ നിന്നു. പിന്നെ കണ്ട് കുറച്ചുകൊണ്ട് വന്നു. പിന്നെ ഒരു ജീപ്പ് ആ ബസ്സിൻ്റെ അവിടെ വന്ന് നിന്ന്. പിന്നെ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ പോയി ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി. പോലീസ് ജീപ്പിൽ തന്നെ കയറ്റിയത്. ആരും ഉണ്ടായിരുന്നില്ല. വരുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റേഷനിൽ ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ഉണ്ട്, എന്നാലും ഉണ്ട് ആൾക്കാരൊക്കെ. ഇപ്പം നൈറ്റ് ഡ്യൂട്ടി അങ്ങോട്ട് ഇന്നലെ കണ്ടു. പിന്നെ ഇന്നൊന്നും കണ്ടിട്ടില്ല. ഇന്നലെ കണ്ടുകൂടെ വരുന്നത്. പിന്നെ പോലീസ് ജീപ്പ് ആ തലക്കിൽ കുറേ നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ജീപ്പ് വന്നു. പിന്നെ ഒരെണ്ണം ഉള്ളിൽ കടന്ന് ഒരെണ്ണം പുറത്ത് നിർത്തി. യൂണിഫോമിൽ തന്നെയായിരുന്നു പോലീസ്? യൂണിഫോം തന്നെയായിരുന്നു. ഒരു വനിതാ പോലീസ് ഉണ്ടായിരുന്നു. ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു 12:45 1 മണിൻ്റെ ഉള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് വന്ന് ഇങ്ങനെ ഉള്ളിൽ കിടക്കണോണ്ടു, പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോകണോണ്ട്, റൂമിലേക്ക് പോകണോണ്ടു, പിന്നെ പെട്ടെന്ന് വരും. അപ്പോൾ ആരാണെന്ന് നോക്കിയപ്പോൾ രാഹുൽ മാങ്കൂട്ടാണ്. എന്നാരെങ്കിലും പിടിക്കാനോ എന്തെങ്കിലുമൊക്കെ വല്ല കേസിന് വന്നൊക്കെ ആയിരിക്കും നോക്കിയത്. ആർക്കും ഇത്ര ഇത് ഓർത്തില്ല.
അങ്ങനെ കൊണ്ടുപോവുകയും ചെയ്തു. ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി നടന്നത് എന്ന് പറഞ്ഞാൽ തെറ്റ് പറയാൻ കഴിയില്ല. കാരണം അത്തരത്തിലുള്ള നീക്കങ്ങളാണ് കഴിഞ്ഞ ദിവസം രാത്രിക്ക് രാത്രി സംഭവിച്ചത്. നമുക്ക് തുടക്കം മുതലൊന്ന് പരിശോധിക്കാം. അതായത് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഫ്ളാറ്റിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തെ ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ മാസം തന്നെ പാലക്കാടുള്ള ഫ്ളാറ്റ് അധികാരികൾ രാഹുൽ മാങ്കൂട്ടത്തിന് നോട്ടീസ് നൽകുന്നു. ഞങ്ങൾക്ക് പോലീസ് വരുന്നതോ പോലീസുമായി ഇത്തരത്തിലൊരു ആരോപണ വിധേയനായ ഒരു വ്യക്തി ഈ ഫ്ളാറ്റിൽ കഴിയുന്നതോ ഫ്ളാറ്റിന്റെ നിയമാവലിക്ക് ശരിയല്ല, അത് എതിർപ്പ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫ്ളാറ്റിലെ അസോസിയേഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കത്ത് കൊടുക്കുന്നത്. അത് രാഹുൽ മാങ്കൂട്ടം സ്വീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം തന്റെ ഫ്ളാറ്റ് ഒഴിയുന്നു. ശേഷം രാഹുൽ വരുന്നത് പത്തനംതിട്ടയിൽ തന്നെയുള്ള മറ്റൊരു ഹോട്ടലിലേക്കാണ്. ഇവിടെ 2002 എന്ന നമ്പർ മുറിയിൽ രാഹുൽ മാങ്കൂട്ടം കഴിയുന്നു. 12:15 പോലീസ് സംഘം പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള മെഫ്തിയിൽ പോലീസ് സംഘം എത്തുന്നു. ഈ ഹോട്ടൽ വളയുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹോട്ടൽ മുറിക്കകത്ത് മറ്റാരുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ ആരുമില്ല എന്ന് മനസ്സിലാക്കുന്നു. റിസപ്ഷന്റെ പുറത്തു നിന്ന പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും കയ്യിൽ നിന്നുള്ള മൊബൈൽ ഫോണുകൾ വാങ്ങുന്നു. മറ്റിടങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെ കയ്യിൽ നിന്നുള്ള മൊബൈൽ ഫോൺ വാങ്ങുന്നു. അതായത് 12 മണിയായതിനാൽ തന്നെ അവിടെ ഒന്നും വേറെ യാത്രക്കാരോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. തുടർന്ന് 2002 എന്ന നമ്പർ മുറിയിലേക്ക് പോലീസ് സംഘം നോക്ക് ചെയ്യുന്നു. ഉടനെ തന്നെ ചാടി വീഴുന്നു. എന്തിനാണ് ഏതിനാണെന്ന് പോലും മനസ്സിലാകാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചു വലിച്ച വണ്ടിക്കകത്ത് കയറ്റുന്നു. ഉടനെ തന്നെ പത്തനംതിട്ടയിലേക്ക് എത്തുന്നു. പത്തനംതിട്ടയിൽ എത്തിയതിനു ശേഷം ചോദ്യം ചെയ്യൽ ആരംഭിക്കുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. മൂന്നാമത്തെ ബലാത്സംഗ കേസിലാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്നലെ അർദ്ധരാത്രിയോടെ പാലക്കാട്ടെ ഒരു ഹോട്ടലിൽ നിന്ന് പ്രത്യേക സംഘം ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് മാറ്റി. അതേസമയം പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പുതിയ ലൈംഗിക അതിക്രമ കേസിലാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. പാലക്കാട്ടെ KPM ഹോട്ടലിലെ 2002 നമ്പർ മുറിയിൽ നിന്നാണ് രാഹുലിനെ പ്രത്യേക സംഘം കസ്റ്റഡിയിൽ എടുക്കുന്നത്. ബലാത്സംഗം, നിർബന്ധിത ഗർഭഛിദ്രം, സാമ്പത്തിക ചൂഷണം എന്നിവ ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരു യുവതി ഇമെയിൽ വഴി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസ് രജിസ്റ്റർ ചെയ്ത പശ്ചാത്തലവും അതായത് യുവതി നേരെ അയച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്കാണ്. മുഖ്യമന്ത്രി പിന്നീട് പോലീസിന് കൈമാറുകയാണ് ചെയ്തത്. ഇരു ചെവി പോലും അറിയാതെ കൃത്യമായി ഈ ഫ്ളാറ്റിൽ നിന്ന് താമസം മാറി ഹോട്ടലിലേക്ക് എത്തുമ്പോൾ തന്നെ ഈ ഒരു പരാതി വരുന്നു. ആ പരാതി ഇരു ചെവി അറിയാതെ പോലീസ് സംഘം ഏറ്റെടുക്കുന്നു. അതിനുശേഷം കൃത്യമായി പോലീസ് അവിടെ എത്തുന്നു, അറസ്റ്റ് ചെയ്യുന്നു. വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു നീക്കമാണ് നടന്നതെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. മാത്രമല്ല, യുവതി നൽകിയിരിക്കുന്ന പരാതിയിൽ ഇമെയിലിനകത്ത് വായിച്ചു നോക്കിയാൽ ഒക്കെ തന്നെ മുൻപ് പരാതി നൽകിയിട്ടുള്ള അതേ സമാനമായിട്ടുള്ള നീക്കങ്ങളും പരാതികളും തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കുറച്ചുകൂടി കടന്ന് ഭ്രൂണം അടക്കം സൂക്ഷിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങളിലേക്ക് കൂടി ഇവിടെ പോവുകയാണ്. എന്തായാലും രാഹുൽ കസ്റ്റഡിയിലാകുമ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫും ഒപ്പം ഉണ്ടായിരുന്നതായി അഭിഭാഷകൻ വ്യക്തമാക്കി. MLA ആലത്തൂരിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പോലീസ് പറഞ്ഞതെന്ന് രാഹുലിന്റെ PA അറിയിച്ചെങ്കിലും അദ്ദേഹത്തെ ഇതുവരെ ആലത്തൂർ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അഭിഭാഷകൻ പിന്നീട് സ്ഥിരീകരിച്ചത്. കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുൻപായി പോലീസ് KPM ഹോട്ടലിലെ റിസപ്ഷനിലുള്ളവരുടെ ഫോണുകൾ പിടിച്ചെടുക്കുകയായിരുന്നു. സ്റ്റാഫ് അംഗങ്ങൾ മുറിയിൽ ഇല്ലാത്ത സമയത്താണ് പോലീസ് യൂണിഫോമിൽ എത്തി രാഹുലിനെ കസ്റ്റഡിയിലെടുത്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്നലെ രാവിലെയാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എത്തിയത്. ഫ്ളാറ്റ് ഒഴിയതിനു ശേഷം KPM ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3 ബലാത്സംഗ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ കേസിൽ ഹൈക്കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു. രണ്ടാമത്തെ കേസിൽ വിചാരണ കോടതി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. പുതിയ കേസിൽ കസ്റ്റഡിയിലെടുത്തതോടെ MLAക്കെതിരായ നിയമ നടപടികൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളുമായാണ് മൂന്നാമതൊരു ബലാത്സംഗ കേസ് കൂടി എത്തിയത്. പത്തനംതിട്ട തിരുവല്ല സ്വദേശിനിയും നിലവിൽ കാനഡയിൽ താമസക്കാരിയുമായ യുവതിയുടെ പരാതിയിലാണ് പോലീസ് മിന്നൽ നീക്കം നടത്തിയത്. ഇമെയിൽ വഴി പരാതി നൽകിയ യുവതിയുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് ഓപ്പറേഷനിലേക്ക് കടന്നത്. ബലാത്സംഗം, നിർബന്ധിത ഗർഭഛിദ്രം, സാമ്പത്തിക ചൂഷണം എന്നിങ്ങനെ കേട്ടാൽ ഞെട്ടുന്ന വകുപ്പുകളാണ് MLAക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രി 12:30 പാലക്കാട്ടെ KPM ഹോട്ടൽ വളഞ്ഞ പോലീസ് അതീവ രഹസ്യമായാണ് നീക്കങ്ങൾ നടത്തിയത്. ഹോട്ടലിലെ 2002 നമ്പർ മുറിയിൽ രാഹുൽ വിശ്രമിക്കുമ്പോൾ യൂണിഫോമിലെത്തിയ സംഘം റിസപ്ഷനിലെ ഫോണുകൾ വരെ പിടിച്ചു വെച്ചുകൊണ്ടാണ് MLAയെ പൊക്കിയത്.
പിന്നീട് ആലത്തൂരിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പി എയോട് പറഞ്ഞതിന് ശേഷം വിശ്വസിപ്പിച്ചതിന് ശേഷമാണ് വഴിതിരിച്ചുവിട്ട് പോലീസ് തന്ത്രപരമായി രാഹുലിനെ എത്തിച്ച പത്തനംതിട്ട AR ക്യാമ്പിലാണ്. പത്തനംതിട്ടയിൽ രജിസ്റ്റർ ചെയ്ത FIR നിലവിൽ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. നിലവിൽ 3 ബലാത്സംഗ കേസുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിലുള്ളത്. ആദ്യ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടയുകയും രണ്ടാമത്തെ കേസിൽ വിചാരണ കോടതി ജാമ്യം നൽകുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അതീവ തന്ത്രപരമായി പോലീസ് 3ാം കേസിൽ പിടിമുറുക്കിയത്. ഗർഭചിത്രം ഉൾപ്പെടെയുള്ള പുതിയ ആരോപണങ്ങൾ വന്നതോടെ MLAയുടെ രാഷ്ട്രീയ ഭാവിയും നിയമ പോരാട്ടവും ഇരുട്ടിലാകുകയാണ്. കാനഡയിൽ നിന്നുള്ള യുവതിയുടെ പരാതി രാഹുലിനെ എല്ലാ അർത്ഥത്തിലും കുടുക്കി. അവർ ഉടൻ നാട്ടിലെത്തുമെന്നും സൂചനയുണ്ട്. പാലക്കാട്ടെ KPM ഹോട്ടൽ തങ്ങുകയായിരുന്ന MLA ഇന്നലെ പുലർച്ചെയോടെ പോലീസ് സംഘം നാടകീയമായി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ബലാത്സംഗം, നിർബന്ധ ഗർഭചിത്രം, സാമ്പത്തിക ചൂഷണം എന്നിങ്ങനെ ഞെട്ടിക്കുന്ന വകുപ്പുകളാണ് രാഹുലിനെതിരെ പുതിയ കേസായി ചുമത്തിയിരിക്കുന്നത്. അതായത് വിവാഹ ബന്ധം വേർപിരിഞ്ഞു നിന്ന യുവതിയുമായി രാഹുൽ സമൂഹ മാധ്യമം വഴി പരിചയപ്പെടുകയായിരുന്നു എന്നും പരിചയപ്പെട്ടതിന് ശേഷം ഒരു കുഞ്ഞു വേണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഇവർ പ്രണയത്തിലാകുന്നു. കുഞ്ഞുണ്ടെങ്കിൽ വീട്ടിൽ വിവാഹം പെട്ടെന്ന് നടക്കുമെന്ന് പറയുന്നു. അങ്ങനെ വിവാഹത്തിന് സമ്മതിക്കാനായി കുഞ്ഞുണ്ടാകണമെന്ന് പറയുന്നു. ഒന്ന് നേരിട്ട് കാണണമെന്ന് രാഹുൽ പറയുന്നു. അപ്പോൾ ഒരു പറയുന്നത് ഇതിനെ റെസ്റ്റോറൻറ്റിൽ കാണാമെന്ന് പറയുന്നു. ഒരു പൊതുപ്രവർത്തകനായതുകൊണ്ട് തന്നെ പൊതു ഇടങ്ങൾ വരാൻ പറ്റില്ല. അങ്ങനെ ഒരു ഹോട്ടൽ പറയുന്നു. അങ്ങനെ ഒരു ഹോട്ടൽ പറയുമ്പോൾ യുവതി അവിടേക്ക് എത്തുകയാണ്. അതിനുശേഷം രാഹുൽ ഈ യുവതിയെ കണ്ട മാത്രയിൽ തന്നെ ആക്രമണം തുടങ്ങിയെന്നാണ് പറയുന്നത്. മുഖത്തടിച്ചു, മുഖത്ത് തുപ്പി, അങ്ങനെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നു. പിന്നീട് ഓവുലേഷൻ സമയമാണ് എന്ന് പറഞ്ഞപ്പോഴും എന്നാൽ പിന്നെ താൻ ഗർഭിണി ആയിക്കോട്ടെ എന്ന് പറയുകയായിരുന്നു എന്ന് ആണ് രാഹുൽ പറഞ്ഞതെന്ന് യുവതി പരാതിയിൽ പറയുന്നു. ഒപ്പം അതിനുശേഷം പിന്നീട് യുവതി ഗർഭിണിയായപ്പോൾ ഇത് എൻ്റെ കുഞ്ഞല്ല, മറ്റാരുടെയൊക്കെയാണ് എന്ന് പറഞ്ഞ് ഫോണിൽ കൂടെ അസഭ്യം പറയുന്നു. പിന്നീട് DNA വേണമെന്ന് DNA പരിശോധനയ്ക്ക് വേണ്ടി സാമ്പിൾ വേണമെന്ന് പറയുന്നു. എന്നാൽ സാമ്പിൾ എടുക്കുന്നില്ല, സാമ്പിൾ തരാൻ സൗകര്യമില്ല എന്ന് പറയുന്നു. അങ്ങനെ പോകുന്നുണ്ട്. അതീവ രൂക്ഷമായിട്ടുള്ള നീക്കങ്ങൾ. എന്തായാലും അഭിഭാഷകന്റെ പ്രതികരണമൊക്കെ തന്നെ വരുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് എല്ലാവരും ജനങ്ങളും നോക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി പോലും സമൂഹ മാധ്യമങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം ആക്റ്റീവായിരുന്നു, പോസ്റ്റുകൾ ഇട്ടിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും നിലവിൽ രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലാണ്.